ഈ സാൻഡ്വിച്ചിനകത്ത് എങ്ങനെ മാക്സിമം വെജിറ്റബിൾസ് കയറ്റാമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എന്നാൽ ഇത് അങ്ങനെയുള്ളവർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് മാക്സിമം വെജിറ്റബിൾസ് നമുക്ക് ചേർത്തിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്, എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സവാള സ്ലൈസ് ചെയ്തത്, ക്യാബേജ് തിന്നായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതോ ഗ്രേറ്റ് ചെയ്തതോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള വെച്ചാൽ അത് രീതിയിൽ എടുക്കാം കേട്ടോ. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. ഇതൊന്നും എൻ്റെ കയ്യിൽ അപ്പം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള മുട്ട ചേർക്കാം, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം, ഓംലെറ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡ് തിരിച്ചും മറച്ചിട്ടൊക്കെ ഒന്ന് വേവിക്കാം. ഒരുപാട് വേവിക്കണമെന്നില്ല, ജസ്റ്റ് ആ എഗ്ഗ് കുക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും, അത്രയും മതി കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്ത് ബട്ടറൊക്കെ തേച്ച് ഒരു പാനിലിട്ട് നന്നായിട്ട് മറച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് അതിനകത്തോട്ട് ഇങ്ങനെ സ്ക്വയർ പീസ്, ബ്രെഡിൻ്റെ സൈസിലുള്ള പീസായിട്ട് എടുത്ത് ബ്രെഡിനകത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഒരു സ്ലൈസ് ഓഫ് ചീസ് വേണമെന്നുള്ളവർക്ക് വെച്ചാൽ മതി കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ വെക്കണമെന്നില്ല. ആ സ്ലൈസ് ചീസ് വെക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ, അതും കൂടി വെച്ച്, പിന്നെ നമുക്കതിന് സോസ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മയണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ബ്രെഡിലൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സോസി ടേസ്റ്റും കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസും വയ്ക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ചീസ് ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ കറക്റ്റാവും സാൻഡ്വിച്ച്. നല്ല അടിപൊളി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒന്നുമില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേരെ.